വെൽക്കം ബാക്ക് ടു എന്തർ വീഡിയോ. എല്ലാവരും വീട്ടിൽ സേഫായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ് 2 ആയിട്ടുള്ള എക്കോസിസ്റ്റം എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മുടെ എക്കോസിസ്റ്റത്തിനെ കുറിച്ചാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, എർത്ത് ഈസ് ദി ഓൺലി പ്ലാനറ്റ് അല്ലേ, എർത്താണ് ഓൺലി പ്ലാനറ്റ് ആയിട്ടുള്ള റിവോൾവിങ് അറൗണ്ട് ദി സൺ അല്ലേ, സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഒരു പ്ലാനറ്റാണ് എന്ത്, എർത്ത്. ഓക്കെ, സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഒരു പ്ലാനറ്റാണ് എർത്ത്, വിച്ച് ഈസ് നൗ ടു സപ്പോർട്ട് ലൈഫ് അല്ലേ, അതാണ് നമ്മുടെ ജീവൻ്റെ തുടിപ്പ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഡിസ്പൈറ്റ് ദ വാസ്റ്റ്നെസ് ഓഫ് എർത്ത്, life exists only in a very thin layer enveloping the earth called biosphere അല്ലേ. എർത്തിൽ നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പ് എർത്തിൽ ജീവനുള്ളതിനെ, ആ ജീവൻ്റെ നിലനിൽപ്പ് ഉള്ളതിനെയാണ് നമ്മൾ ബയോസ്ഫിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കൂ, സൺ ഈസ് ദി ഓൺലി സോഴ്സ് ഓഫ് എനർജി വിച്ച് എനബിൾ കണ്ടിന്യൂസ് ഇൻട്രാക്ടിങ് എമംഗ് വേരിയസ് ലൈഫ് ഫോംസ്. ഓക്കെ, സണ്ണാണ് എന്ത് ഓൺലി സോഴ്സ് ആയിട്ടുള്ള എനർജിയുടെ മെയിൻ സോഴ്സ് ആയിട്ടുള്ളത് നമ്മുടെ സണ്ണാണ്, വിച്ച് എനബിൾ കണ്ടിന്യൂസ് ഇൻട്രാക്ഷൻ എമംഗ് വേരിയസ് ലൈഫ്. ആ വേരിയസ് ലൈഫിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷനാണ് സണ്ണാണ് അവിടുത്തെ മെയിൻ എനർജി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻ ദി പ്രീവിയസ് യൂണിറ്റ് യു ഹാവ് ആൾറെഡി ലേൺ അബൌട്ട് ദ വേർഡ് എൻവയോൺമെൻറ്റ് ആൻഡ് ഇറ്റ്സ് ഡെഫിനിഷൻ അല്ലേ. കഴിഞ്ഞ ഇതിൽ നമ്മൾ എന്താണ് എൻവയോൺമെൻറ്റ് എന്നും അതുപോലെ തന്നെ അതിൻ്റെ ഡെഫിനിഷനെ കുറിച്ചും പഠിച്ചു കഴിഞ്ഞു. You have also been familiarized with the external and internal environment of organisms that also include us അല്ലേ. അതിൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇൻറ്റേർണൽ ആയിട്ടുള്ള ഓർഗാനിസംസിനെ കുറിച്ച് സ്റ്റഡി ചെയ്തു. ബോത്ത് ദി എക്സ്റ്റേണൽ ആൻഡ് ദി ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ഓഫ് ആൻ ഓർഗാനിസം ഹാവ് ആൻ ഇമ്പാക്റ്റ് ഓഫ് ഇറ്റ്സ് എക്സിസ്റ്റൻസ് ആൻഡ് സർവൈവൽ അല്ലേ. The component of the external environment of an organism include physical as well as living compound. The action and interaction of the physical and living compound of a organisms make a system of relationship called ecosystem. അതായത് ഒരു ആക്ഷനും അതുപോലെ തന്നെ അതിനനുസരിച്ച് ഒരു റിയാക്ഷനും അതുപോലെ തന്നെ അതിൻ്റെ ഫിസിക്കലായിട്ടുള്ള കുറേ പ്രോപ്പർട്ടീസ് നടക്കുന്ന ആ ഒരു ബൗണ്ടർ, ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്, മെയിനായിട്ട് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇൻട്രൊഡക്ഷനിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പേജ് നമ്പർ 22 പോകാം. അവിടെ നോക്കാം, വാട്ട് ഈസ് ആൻ എക്കോസിസ്റ്റം. എന്താണ് ഒരു എക്കോസിസ്റ്റം എന്ന് പറയുന്നത്? യു ആൻഡ് ഐ, as you know, live in a defined area of the earth where planets and animal including ourselves develop relationship with each other for life. ഇതാണ് യു ആൻഡ് ഐ അസ് യു നൗ ലൈവ് ഇൻ എ ഡിഫൈൻഡ് ഏരിയ ഓഫ് ദി എർത്ത് വെയർ പ്ലാനറ്റ് ആൻഡ് ആനിമൽസ് അല്ലേ, ഇൻക്ലൂഡിങ് അവർ സെൽഫ്. ഇപ്പം നമ്മൾ മനുഷ്യരായാലും അതുപോലെ തന്നെ എന്താണ് ആനിമൽസ് അല്ലെ, മൃഗങ്ങളായാലും അതുപോലെ തന്നെ ചെടികളായാലും അതെല്ലാം ലൈവ് ജീവിക്കുന്ന ഒരു ഇതാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. എക്കോസിസ്റ്റം ഡെവലപ്ഡ് റിലേഷൻഷിപ്പ് വിത്ത് ഈച്ച് അതർ ഫോർ ലൈഫ്, ഫുഡ്, വാട്ടർ, ഷെൽട്ടർ ആൻഡ് മാറ്റർ. ദിസ് ഡിസ്ക്രീറ്റ് യൂണിറ്റ് ഹാസ് ബോത്ത് ലിവിങ് ആൻഡ് നോൺ ലിവിങ് എൻവയോൺമെൻറ്റ് കമ്പോണൻറ്റ്. എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്, അതിൽ ജീവനുള്ളവയല്ലേ, ജീവനുള്ളവ താമസിക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ബയോസ്ഫിയർ എന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇപ്പം നമ്മുടെ എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ ജീവനുള്ള ആൾക്കാർ മാത്രം പെടുന്നതല്ല. പിന്നെയോ ഫുഡ്, വാട്ടർ, ഷെൽട്ടർ ഇതൊക്കെ എന്താണ്, ഫുഡ്, വാട്ടർ അതിനൊക്കെ ജീവനുണ്ടല്ലോ. ജീവനില്ലാത്തതായിട്ടുള്ള പല ഇതുമുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നെങ്കിൽ നമ്മളെ കാറ്റ്, അതുപോലെ നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മുടെ എന്താ തീ അല്ലേ, തീ, ഇതൊക്കെ ജീവനില്ലാത്തവയാണ്. അപ്പം ജീവനുള്ളവയും അതുപോലെ ജീവനില്ലാത്തവയുടെയും ഒരു കോമ്പിനേഷനാണ് നമ്മുടെ എക്കോസിസ്റ്റത്തിൽ കാണിച്ചിരിക്കുന്നത്. വിച്ച് ആർ ഇൻ്റർ ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻ്റർ റിലേറ്റഡ് ഇൻ ടേംസ് ഓഫ് ദെയർ സ്ട്രക്ചർ. അത് പരസ്പരം ഡിപ്പെൻഡ് ചെയ്തിരിക്കാം അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ആയിരിക്കാം. കോമ്പോണൻറ്റ് ആൻഡ് ഫങ്ഷനിങ് സച്ച് എ ഡിസ്ക്രീറ്റ് യൂണിറ്റ് ഈസ് കാൾഡ് ആൻ എക്കോസിസ്റ്റം. ഓക്കെ,
ഇപ്പം മനസ്സിലായല്ലോ, മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ജീവനുള്ളവയും അതുപോലെ ജീവനില്ലാത്തവയുമായിട്ടുള്ള ധാരാളം ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ എക്കോസിസ്റ്റം. അതാണ് കൺക്ലൂഷൻ. ഈ ഡെഫിനിഷൻ ഓഫ് എക്കോസിസ്റ്റം. An ecosystem is defined as any unit, a biosystem that include all the organisms that function together, biotic community in a given area, interacting with the physical environment, abiotic component. കണ്ടോ, ബയോട്ടിക് കമ്പോണൻറ്റും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അബയോട്ടിക് കമ്പോണൻറ്റ് അതിൽ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ദി ഫ്ലോ ഓഫ് എനർജി ക്ലിയർലി ലീഡ് ടു defined biotic structure and cycling of materials between ലിവിങ് ആൻഡ് നോൺ ലിവിങ് പാർട്ട്. സെയിം തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ദി എക്കോസിസ്റ്റം ഈസ് ദസ് എ ഡൈനാമിക് സിസ്റ്റം വിച്ച് ഇൻവോൾവ് ദി ഇൻട്രാക്ഷൻസ് ബിറ്റ്വീൻ ലിവിങ് ആൻഡ് നോൺ ലിവിങ് കമ്പോണൻറ്റ് ഓഫ് ആൻ എക്കോസിസ്റ്റം ആൻഡ് ഇൻക്ലൂഡ് ദി ഇൻപുട്ട്, ട്രാൻസ്ഫർ, സ്റ്റോറേജ് ആൻഡ് ഔട്ട്പുട്ട് ഓഫ് എനർജി ആസ് വെൽ ആസ് സൈക്ലിംഗ് ഓഫ് എസെൻഷ്യൽ മെറ്റീരിയൽസ് ത്രൂ ഔട്ട് ദി എക്കോസിസ്റ്റംസ്. അല്ലേ, സെയിം തന്നെയാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത്. അതായത് ആദ്യം പറഞ്ഞതിന് തന്നെ വേറൊരു രീതിയിൽ പറയുന്നു എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പം നമുക്ക് ഡൽഹിയിലേക്ക് എങ്ങനെ പോകുമെന്ന് വെച്ചാൽ നമുക്ക് ബസ്സിൽ പോവാം, ട്രെയിനിൽ പോവാം, പ്ലെയിനിൽ പോവാം, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും പോവാം. അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു വേർഡിനെയും പല രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നു. അത്രയേ ഉള്ളൂ. എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ബയോട്ടിക്, അബയോട്ടിക് ആയിട്ടുള്ള കമ്പോണൻറ്റുകളുള്ളതാണ്. അതിൽ റീസൈക്ലിംഗ് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ആൾ ദി പ്രോസസ് ദാറ്റ് ഒക്യൂർ ഇൻ ദി എക്കോസിസ്റ്റം ആർ എനർജി ഡിപ്പെൻഡ്. അപ്പോൾ എക്കോസിസ്റ്റത്തിൽ ഇപ്പോൾ റീസൈക്ലിംഗ് പ്രോസസ്സൊക്കെ നടക്കണമെങ്കിൽ ഒരു എനർജി സോഴ്സും മെയിനായിട്ട് വേണം. ഫിഗർ 2.1 ഇല്ലുസ്ട്രേറ്റഡ് ദിസ് ബ്യൂട്ടിഫുള്ളി. 2.1 കണ്ടോ, 2 സണ്ണിൽ നിന്ന് പ്രൊഡ്യൂസേഴ്സ്, സണ്ണിൽ നിന്ന് പ്രൊഡ്യൂസേഴ്സ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. ഓക്കെ, അത് പിന്നെ മാക്രോ കൺസ്യൂമേഴ്സ് എടുക്കുന്നു, മാക്രോ കൺസ്യൂമേഴ്സിൽ നിന്ന് മൈക്രോ കൺസ്യൂമേഴ്സിലേക്ക് വരുന്നു, അതിൽ നിന്ന് ഹീറ്റ് എലിമിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിൽ നിന്ന് ഇനോർഗാനിക് ന്യൂട്രിക് പൂൾസ് ആകുന്നു. അതാണ് ആ ഒരു ഡയഗ്രാം തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി എക്കോസിസ്റ്റം ഡിഫറെൻറ്റ് ഗ്രേറ്റ്ലി ഇൻ കോമ്പോസിഷൻ, ഇൻ ദി നമ്പർ ആൻഡ് കൈൻഡ്സ് ഓഫ് സ്പീഷീസ്, ഇൻ ദി കൈൻഡ്സ് ആൻഡ് റിലേറ്റീവ് പ്രോപ്പർട്ടീസ്. അതാണ് അതിൻ്റെ റിലേറ്റീവായിട്ടുള്ള ഒരു പ്രോപ്പർട്ടീസ്. എക്കോസിസ്റ്റത്തിൻ്റെ ഒരു ഇതാണ്. എപ്പോഴും നമ്മുടെ സണ്ണാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള സോഴ്സ് ഓഫ് എനർജി. അതാണ് സണ്ണിനെ ഫസ്റ്റ് ഫ്ലോ ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത്. ആ സണ്ണിൽ നിന്നുള്ള എനർജി ആര് അബ്സോർബ് ചെയ്യുന്നു? പ്രൊഡ്യൂസേഴ്സ് അബ്സോർബ് ചെയ്യുന്നു. എന്നിട്ട് അത് മൈക്രോ കൺസ്യൂമേഴ്സ് എടുക്കുന്നു. അത് മൈക്രോ കൺസ്യൂമേഴ്സ് ഡീകമ്പോസേഴ്സ് ആകുന്നു. അത് പിന്നീട് എന്താകുന്നു? ഇൻഓർഗാനിക് ന്യൂട്രിക് പൂൾ ആകുന്നു. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി ഇക്കോസിസ്റ്റം ഫ്യൂച്ചേഴ്സ്. എക്കോസിസ്റ്റം ഹാവ് ബോത്ത് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ഫ്യൂച്ചേഴ്സ്. എക്കോസിസ്റ്റത്തിൻ്റെ ഫ്യൂച്ചേഴ്സ് എടുക്കുന്നെങ്കിൽ എക്കോസിസ്റ്റത്തിൻ്റെ ഫ്യൂച്ചേഴ്സിൽ നമുക്ക് അതിന് ഒരു സ്ട്രക്ചറായിട്ടുള്ള ഫ്യൂച്ചറും പറയാം, അതുപോലെ തന്നെ നമുക്കതിൻ്റെ ഫങ്ഷണൽ ഫ്യൂച്ചേഴ്സും നോക്കാം. സം ഓഫ് വിച്ച് യു ഹാവ് സ്റ്റഡീഡ് ഇൻ യൂണിറ്റ് 1. നമ്മൾ യൂണിറ്റ് 1 കുറച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ അതിനെപ്പറ്റി. അതിൻ്റെ നോക്ക്. ആൻഡ് അതേഴ്സ് വിച്ച് യു വിൽ സ്റ്റഡി ഇൻ ദിസ് യൂണിറ്റ്. You will learn about some other aspects in the forthcoming unit. The ecosystem features are as follow. അപ്പോൾ നമ്മുടെ എക്കോസിസ്റ്റത്തിന് 2 ഫീച്ചേഴ്സാണുള്ളത്. ഒന്ന് സ്ട്രക്ചറൽ ഫീച്ചേഴ്സും ഒന്ന് ഫങ്ഷണൽ ഫീച്ചേഴ്സും. അപ്പോൾ എന്താണ് സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ദി സ്ട്രക്ചറൽ ആസ്പെക്ട് ഓഫ് ദി എക്കോസിസ്റ്റം റിഫർ ടു ആൾ ദി എലിമെൻറ്റ്സ് ദാറ്റ് മേക്ക്. അപ്പോൾ എന്താണ്? ദി സ്ട്രക്ചറൽ ആസ്പെക്ട് ഓഫ് ആൻ എക്കോസിസ്റ്റം റിഫർ ടു ഓൾ ദി എലിമെൻറ്റ് ദാറ്റ് മേക്ക് അപ്പ് ആൻ എക്കോസിസ്റ്റം. ദി ഇൻഡിവിജ്വൽസ് ആൻഡ് communities of plant and animal and the non-living factors present in the ecosystem. The structural component include നമുക്ക്, അതായത് സ്ട്രക്ചറൽ കമ്പോണൻറ്റിൽ പ്ലാന്റ് അത് ലിവിങ് ആയിട്ടുള്ള ഫാക്ടേഴ്സും കാണാം, അതുപോലെ നോൺ ലിവിങ് ആയിട്ടുള്ള ഫാക്ടേഴ്സും കാണാം. നോക്കുക, അതിൽ മെയിനായിട്ട് അബയോട്ടിക് കോമ്പോണൻ്റാണ് വരുന്നത്. അബയോട്ടിക് കോമ്പൗണ്ടിൽ നോൺ ലിവിങ് കോമ്പൗണ്ടും വരാം. ഇപ്പോൾ ഇനോർഗാനിക് കോമ്പൗണ്ട് അല്ലേ, നമ്മുടെ എക്കോസിസ്റ്റത്തിൽ ഇനോർഗാനിക് ആയിട്ടുള്ള, ഓർഗാനിക് എന്ന് പറയുമ്പോൾ കെമിക്കലത്തിൽ കൂടിയിട്ടുള്ളതാണ് അല്ലേ. ഇനോർഗാനിക് എന്ന് പറയുമ്പോൾ കെമിക്കൽ അത്രയ്ക്ക്
ഗാഢത കോൺസെൻട്രേഷൻ ഇല്ല കുറവായിട്ടുള്ളതിനാണ് ഇനോർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇനോർഗാനിക് കോമ്പൗണ്ടായിട്ട് വരുന്നത് കാർബണുണ്ട്, നൈട്രജനുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, വാട്ടർ ഉണ്ട്. ഏതൊക്കെയാണ് അബയോട്ടിക് കോമ്പൗണ്ടിൽ നോൺ ലിവിങ് ആയിട്ടുള്ള അബയോട്ടിക്കിൽ ഇനോർഗാനിക് ആയിട്ടുള്ളതാണ് കാർബൺ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ. പഠിക്കാൻ എളുപ്പമാണ് കേട്ടോ. ഇനി ഓർഗാനിക് കോമ്പൗണ്ട് ആയിട്ട് വരുന്നതാണ് നമ്മുടെ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്. എന്താണ് നമ്മുടെ ചെടിയിലുള്ളതാണല്ലേ. പ്രോട്ടീൻസ് വരാം, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് വരാം, അതുപോലെ ലിപ്പിഡ്സും വരാം. വിച്ച് ലിങ്ക്സ് ദി അബയോട്ടിക് ടു ബയോട്ടിക് കോമ്പൗണ്ട്സ്. അതെന്ന് പറയുന്നത് അബയോട്ടിക് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ബയോട്ടിക് എന്നും പറയാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു ഇതാണ്. ഇനി ക്ലൈമറ്റ് റീജിയൻസ് വരാം. ക്ലൈമാറ്റായിട്ട് അബയോട്ടിക്കിൽ വരുന്നത് എന്തെന്നാണ്? ടെമ്പറേച്ചർ, അതുപോലെ അന്തരീക്ഷത്തിലുള്ള മോയ്സ്ചർ അല്ല നനവ്, ലൈറ്റ് ആൻഡ് ടോപ്പോഗ്രഫിയും വരാം. ഇനി ബയോട്ടിക് കമ്പോണൻറ്റ്, അതായത് ബയോട്ടിക് എന്ന് വെച്ചാൽ ജീവനുള്ള ലിവിങ് കമ്പോണൻ്റാണ്. നോക്കാം, പ്രൊഡ്യൂസേഴ്സ്. എപ്പോഴും നമ്മുടെ പ്രൊഡ്യൂസേഴ്സാണ്. പ്രൊഡ്യൂസേഴ്സ് എപ്പോഴും പ്ലാന്റ്സ് ആണ്. പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമർ, ഡീകമ്പോസർ. എന്താണ് പ്രൊഡ്യൂസർ, കൺസ്യൂമർ, ഡീകമ്പോസർ? ഇവർ 3 പേരുമാണ് ബയോട്ടിക് ആയിട്ടുള്ള കമ്പോണൻറ്റിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് എപ്പോഴും പ്ലാന്റ്സ് ആയിരിക്കും. അതുപോലെ കൺസ്യൂമർ എന്ന് പറയുന്നത് പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. ഇവർ 3 പേരാണ്. ഇനിയും ഡീകമ്പോസേഴ്സ് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ പോലെയുള്ള സാപ്രോട്രോപ്സ് ആണ് ഡീകമ്പോസേഴ്സ് ആയിട്ട് വരുന്നത്. ഒന്നും കൂടെ വരാം. പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ പ്ലാന്റ് ആണ് വരുന്നത്. അതുപോലെ കൺസ്യൂമർ എന്ന് പറയുമ്പോൾ ആരാ വരുന്നത്? പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി വരും. അതുപോലെ ഡീകമ്പോസേഴ്സ് എന്ന് പറയുമ്പോൾ ആരാ വരുന്നത്? സാപ്രോട്രോപ്സുകളാണ് വരുന്നത്. നോക്കാം ഇനി അടുത്ത്. അപ്പോൾ എക്കോസിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് ഫീച്ചർ സ്ട്രക്ചറൽ ഫീച്ചറായിരുന്നു. സെക്കൻഡ് ഫീച്ചർ ഫങ്ഷണൽ ഫീച്ചറാണ്. എന്താണ് ഫങ്ഷണൽ ഫീച്ചേഴ്സിൽ പറയുന്നത്? ആ ഫങ്ഷണൽ ആസ്പെക്ട്സ് റിഫർ ടു all the process and interaction performed by the organism in an ecosystem and include functional aspect refer to all the process and interaction performed by the organism in an ecosystem and include all. ഫങ്ഷണൽ എന്ന് പറയുമ്പോൾ ഓളായിട്ട് വരും. ആ ഓളിൽ വരുന്ന ഏതൊക്കെയെന്ന് നോക്കാം. ഒന്ന് എനർജി സൈക്കിൾ വരാം, രണ്ടാമത് ഫുഡ് ചെയിൻ വരാം, മൂന്നാമത് ഡൈവേഴ്സിറ്റി, ഇൻ്റർലിങ്ക് ബിറ്റ്വീൻ ഓർഗാനിസം. എന്താണ് ഡൈവേഴ്സിറ്റി അല്ലേ? ഫുഡ് ഡൈവേഴ്സിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡൈവേഴ്സിറ്റി, ഇൻ്റർലിങ്ക് ബിറ്റ്വീൻ ഓർഗാനിസത്തിൻ്റെ ഡൈവേഴ്സിറ്റിയാണ് ഡൈവേഴ്സിറ്റി, ഇൻ്റർലിങ്ക് ബിറ്റ്വീൻ ഓർഗാനിസം. പിന്നെ ന്യൂട്രിയൻറ്റ് സൈക്കിൾ, ജിയോ കെമിക്കൽ സൈക്കിൾസ്. ന്യൂട്രിയൻറ്റ് സൈക്കിൾ എന്ന് പറയുമ്പോൾ ബയോ കെമിക്കൽ സൈക്കിൾസ് ആണ്. പിന്നെ സസിഷനും വരാം. ഞാൻ വളരെ സ്പീഡിനാണ് പറഞ്ഞു പോകുന്നത്, കാരണം പരീക്ഷ ഉടനെ തന്നെ കാണുമെന്ന് അറിഞ്ഞിരിക്കുന്നത്. ഏകദേശം ഡിസംബറിൽ കാണും എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് പോർഷൻസ് ഒന്നും ആയിട്ടില്ല, അത്രയ്ക്കും സ്പീഡിനാണ് പോകുന്നത്. എന്നോട് ക്ഷമിക്കണം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കേട്ടോ. അങ്ങനെ മനസ്സിലായില്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും കേൾക്കുക. അതേ ഉള്ളൂ ഒരു റീസൺ, അല്ലാതെ വേറെ എന്ത് ചെയ്യാനാ. നോക്കാം. അപ്പോൾ ഫങ്ഷണൽ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഫങ്ഷണൽ ആസ്പെക്റ്റ് ആണ്. ഫങ്ഷണലായിട്ടുള്ള നമ്മൾ ചുറ്റുപാടുമുള്ള ഒരു ആസ്പെക്ട്സ് ആണ്. ഓൾ ദി പ്രോസസ്സ്, അതിലെ എല്ലാ പ്രോസസ്സും ഇൻക്ലൂഡ് ചെയ്യുന്നു. മെയിനായിട്ടും അതിൻ്റെ ഇൻട്രാക്ഷൻ പെർഫോംഡ് ബൈ ദി ഓർഗാനിസം ഇൻ ആൻ എക്കോസിസ്റ്റം ആൻഡ് ഇൻക്ലൂഡ് എനർജി. അതിൽ മെയിനായിട്ടും വരുന്ന കാണാതെ പഠിക്കുക കേട്ടോ. മെയിൻ 5 പോയിൻ്റ് ഉണ്ട്, ആ 5 പോയിൻ്റ് പഠിക്കുക. എനർജി സൈക്കിളുണ്ട്, ഫുഡ് ചെയിനുണ്ട്. ഒന്നാമത്തെ സിമ്പിളാണ്, എനർജി അല്ലേ. സണ്ണാണ് എനർജി. അപ്പോൾ സണ്ണിന്ന് എല്ലാവർക്കും എനർജി സോഴ്സ് വേണം. അപ്പോൾ എനർജി വേണം. പിന്നെ നമുക്ക് കഴിക്കാൻ ഫുഡ് വേണ്ടി, അപ്പോൾ ഫുഡിൻ്റെ ഒരു ചെയിൻ വേണം. നമ്മൾ കഴിച്ചതിന് ഡൈവേഴ്സിറ്റി ആയി ദഹിക്കണമല്ലേ. അപ്പോൾ ഡൈവേഴ്സിറ്റി, ഇൻ്റർലിങ്ക്സ് ബിറ്റ്വീൻ ഓർഗാനിസം, ഡൈവേഴ്സായ ഓർഗാനിസത്തിൻ്റെ സഹായം വേണം. അതുപോലെ തന്നെ ഒരു ന്യൂട്രിയൻ സൈക്കിൾ വേണം, ജിയോ കെമിക്കൽ സൈക്കിൾ വേണം, പിന്നെ സസിഷൻ. അപ്പോൾ ഇതാണ് എക്കോസിസ്റ്റത്തിൻ്റെ ഫ്യൂച്ചേഴ്സിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത് പറയുന്നത് സൈസ് ഓഫ് ആൻ എക്കോസിസ്റ്റം. അതിലെന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ എക്കോസിസ്റ്റം മേ വേരി ഇൻ സൈസ് ഫ്രം ദി സ്മാളസ്റ്റ് puddle of water or a terrestrial habitat to a landscape
or large forest, a biome, or even the entire global biosphere or ecosystem. എന്താണ് സൈസ് ഓഫ് എൻ എക്കോസിസ്റ്റം. ഇനി എനിക്ക് ഒരു എക്കോസിസ്റ്റത്തിൻ്റെ സൈസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വീടിൻ്റെ പറമ്പ് മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ നമ്മുടെ ഈ കേരളം എന്ന് പറയുന്ന ഒരു സ്ഥലം മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ? അല്ല, അതിനുമൊക്കെ പുറമേ അല്ലേ നമ്മുടെ വേൾഡ് തന്നെ അതിൽ വരും. ഒരു വലിയൊരിതാണ്. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ സൈസ് നോക്കാം. എക്കോസിസ്റ്റം മേ വേരി ഇൻ സൈസ്, വളരെ വലിയൊരു സൈസാണ് അതിനുള്ളത്. ഫ്രം ദി സ്മാളസ്റ്റ് പഡിൽ ഓഫ് വാട്ടർ ഓർ എ ടെറസ്ട്രിയൽ ഹാബിറ്റ് ടു എ ലാൻഡ്സ്കേപ്പ് ഓർ ലാർജ് ഫോറസ്റ്റ്. അതിലെന്ത് വരാം? ടു ഇൻക്ലൂഡ് എ ലാൻഡ്സ്കേപ്പ്. ഒന്ന് നമ്മുടെ ലാൻഡ് മനസ്സിലായല്ലോ, ലാൻഡ്സ്കേപ്പ് വരാം. അല്ലെങ്കിൽ അതിൽ വളരെ ലാൻഡ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മലയാളം എന്താ, ലാൻഡ് എന്ന് വെച്ചാൽ എനിക്ക് വരുന്നില്ല പെട്ടെന്ന്. ലാൻഡ്സ്കേപ്പ്, അതുപോലെ തന്നെ ലാർജായിട്ടുള്ള ഫോറസ്റ്റ്, കാട് വരാം. അതുപോലെ തന്നെ ബയോം എന്ന് വെച്ചാൽ ബയോഡൈവേഴ്സിറ്റി, അതാണ് ഉദ്ദേശിക്കുന്നത്. ബയോം വരാം, ജീവനുള്ള ആ ഒരു ഇത്. ഓർ ഈവൻ ദി എൻറ്റയർ ഗ്ലോബൽ ബയോസ്ഫിയർ ഓർ എക്കോസ്ഫിയർ, മൊത്തത്തിലുള്ള ബയോസ്ഫിയറും വരാം, എക്കോസ്ഫിയറും വരാം. നോക്കാം. അപ്പം അതിനൊരിതാണ് നല്ല വിശദീകരിച്ചത് ഫിഗർ 2.2 കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നിരിക്കുന്ന ബയോമാണ്, രണ്ടാമത് എക്കോസിസ്റ്റം, പിന്നെ കമ്മ്യൂണിറ്റി കണ്ടോ, പിന്നെ പോപ്പുലേഷൻ, പിന്നെ ഇൻഡിവിജ്വൽ. എന്താണ് ആദ്യം? ബയോം, എക്കോസിസ്റ്റം, കമ്മ്യൂണിറ്റി, പോപ്പുലേഷൻ, ഇൻഡിവിജ്വൽസ്. അങ്ങനെ കാണാതെ പിടിച്ച് വയ്ക്കണം കേട്ടോ ആ സൈസ്. സൈസ് ഓർഡറിനനുസരിച്ച് ആദ്യം ബയോം, അത് കഴിഞ്ഞ് എക്കോസിസ്റ്റം, അത് കഴിഞ്ഞ് കമ്മ്യൂണിറ്റി, അത് കഴിഞ്ഞ് പോപ്പുലേഷൻ, അത് കഴിഞ്ഞ് ഇൻഡിവിജ്വൽസ്. ഇങ്ങനെ കാണാതെ പിടിച്ച് വയ്ക്കുന്നത്. അപ്പം നമുക്ക് എക്സാമിന് അത് ഷുവറായിട്ടും കിട്ടും. ഇനി നമുക്ക് ലാർജസ്റ്റ് എക്കോസിസ്റ്റം ബയോസ്ഫിയർ ആണ്. നമ്മുടെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള എക്കോസിസ്റ്റം ഏതാണ്? ബയോസ്ഫിയർ ആണ്. Before we explain the functioning of the component of the ecosystem, let us first discuss the largest ecosystem, namely ബയോസ്ഫിയർ. ഏറ്റവും വലിയ എക്കോസിസ്റ്റം ഏതാണ്? നമ്മുടെ ബയോസ്ഫിയർ ആണെന്ന് പറയാം. ബയോസ്ഫിയർ ആൾസോ കാൾഡ് എക്കോസ്ഫിയർ. ബയോസ്ഫിയർ എന്ന് പറയുന്നത് ഏതിന് ഈക്വലാണ്? ഏതിന് സമമാണ്? എക്കോസ്ഫിയർ. അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഇതാണ്. ഫസ്റ്റ് ഡിസ്കസ് ദി ലാർജസ്റ്റ്. ഏറ്റവും വലിയ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ബയോസ്ഫിയർ ആണ്. അത് ബയോസ്ഫിയറിനെ ഏറ്റവും വലിയ എക്കോസിസ്റ്റം ബയോസ്ഫിയർ ആണ്. ബയോസ്ഫിയറിനെ നമുക്ക് ആൾസോ കാൾഡ്, രണ്ടും ഒരു ഇതിനെ ഉദ്ദേശിക്കുന്നത്, അതിന് എക്കോസിസ്റ്റം എന്നും വിളിക്കാം. ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ആൻ എർത്ത്, വാട്ടർ ആൻഡ് അറ്റ്മോസ്ഫിയർ ഇൻ വിച്ച് മെനി സ്മാളർ എക്കോസിസ്റ്റം എക്സിസ്റ്റ് ആൻഡ് ഓപ്പറേറ്റ്. അപ്പോൾ ഇതിൽ ഒരു ഘടകമാണ് നമ്മുടെ ജലവും, വാട്ടർ ആൻഡ് ജലവും, അതുപോലെ തന്നെ നമ്മുടെ ഈ അന്തരീക്ഷവും. ഇതിലൊരു ബയോസ്ഫിയറിലെ ഒരു ഘടകമാണെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി പറയുന്നത് എന്താ? ദി 3 മെയിൻ സബ് ഡിവിഷൻ ഓഫ് ദി ബയോസ്ഫിയർ ആർ. അപ്പം നമ്മുടെ ഏറ്റവും വലിയ എക്കോസിസ്റ്റമാണ് നമ്മുടെ ബയോസ്ഫിയർ എന്ന് പറയുന്നത്. ആ ബയോസ്ഫിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 സബ് ഡിവൈഡായിട്ടുള്ള ബയോസ്ഫിയറിൽ ഒന്നാണ് ഫസ്റ്റ് ലീതോസ്ഫിയർ, സെക്കൻഡ് ഹൈഡ്രോസ്ഫിയർ, 3 അറ്റ്മോസ്ഫിയർ. നമുക്ക് ലിതെന്ന് പറയുമ്പോൾ തന്നെ എന്തെന്ന് മനസ്സിലാവും? ലാൻഡാണെന്ന്. ലാൻഡ് എന്ന് വെച്ചാൽ ഭൂമി, ലാൻഡാണെന്ന് മനസ്സിലാവും. അതിൽ ഹൈഡ്രോസ്ഫിയർ എന്ന ഹൈഡ്രോ എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ എന്ന് വെച്ചാൽ വാട്ടറാണ് ഹൈഡ്രോസ്ഫിയർ. പിന്നെ അറ്റ്മോസ്ഫിയർ, അറ്റ്മോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എയർ ആണെന്ന്. അപ്പോൾ ഏതാണ്? ലാൻഡ്, വാട്ടർ, അറ്റ്മോസ്ഫിയർ. അല്ലെങ്കിൽ എയർ അല്ലേ. ലാൻഡ്, വാട്ടർ, എയർ. നമ്മുടെ ബയോസ്ഫിയറിൻ്റെ 3 ലാൻഡ്, വാട്ടർ, എയർ. കൂടുതലായിട്ട് പറയുന്നതിൽ ലീതോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ, ഇങ്ങനെ 3 തരംതിരിച്ചിട്ടുണ്ട്. ഓഫ് ദി ഗേഷ്യസ് എൻവലപ്പ് ഓഫ് ദി എർത്ത് വിച്ച് എക്സ്റ്റെൻഡ് അപ് ടു എ ഹൈ ഓഫ് 22.5 കിലോഗ്രാം. ഫിഗർ 2.3 ഷോ ദി. നോക്ക്, അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് ഇവിടെ തന്നിരിക്കുന്നത് എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൽ വേറെ വരുന്നത്
show the scheme of biosphere in relation to hydrosphere, atmosphere, and lithosphere. The area of contact and interaction between these three component is really important for life. അല്ലേ, ഇത് മൂന്നും ലൈഫിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ആസ് ഇറ്റ് ഈസ് ഹിയർ ദാറ്റ് the entire life is confirmed and the basic process of life like photosynthesis and respiration occur. അല്ലേ, ശരിയാണ്. ഫോട്ടോസിന്തസിസ്, ഇപ്പോൾ ആഹാരം പ്രകാശ സംശ്ലേഷണം സസ്യങ്ങൾക്ക് പ്രകാശ സംശ്ലേഷണം നടത്തണമെങ്കിലും അതുപോലെ തന്നെ അതിൻ്റെ റെസ്പിറേഷനും എല്ലാത്തിനും എന്ത് വേണം, ഈ ഒരു ഇത് വേണമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, നോക്കുക. ഇനി the biosphere extends from the floor of the ocean some 11,000 meters below the surface of the earth to the top of the highest mountain, or about 9,000 meters above the mean sea level. Its most densely populated region is just above and below the sea level. Life in the അതായത് ഈ ഫിഗറിൽ നിന്നുള്ള ആ ഡെപ്തിൽ നിന്നുള്ള ആ ഉയർച്ചയുടെ അനുസരിച്ചുള്ള ആ ഒരു ഇതാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ. ഓക്കെ, ലിവിങ് ഓർഗാനിസം ആർ നോട്ട് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദി ബയോസ്ഫിയർ. ലിവിങ് ഓർഗാനിസം നോട്ട് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദി ബയോസ്ഫിയർ. യൂണിഫോംലി ഒരേ കണക്ക് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. only a few organisms live in the polar region. പോളാർ റീജിയനിൽ വളരെ കുറച്ച് ഓർഗാനിസംസ് മാത്രമേ ലിവിങ് ചെയ്യുന്നുള്ളൂ. while the tropical rain forest possess an exceedingly rich diversity of plant and animals. The nutrient necessary for living organisms come from air, water and soil and not from outside. The same nutrients that are present in the biosphere are recycled over and over again for life to continue. അല്ലെ, ഇവിടെ പറയുന്നത് എന്താണ്, ഇതിന് ഒരു ന്യൂട്രിയൻറ്റ് നെസസറി ആണ്. അല്ലേ, ഇപ്പം എന്തും ലിവിങ് ചെയ്യാൻ ന്യൂട്രിയൻറ്റ് നെസസറിയാണ്. അതുപോലെ തന്നെ റീസൈക്കിൾ ഓവർ ആൻഡ് ഓവർ എഗെയിൻ ഫോർ ലൈഫ് ടു കണ്ടിന്യൂ. ദി എനർജി റിക്വയർഡ് ഫോർ ലൈഫ് വിത്തിൻ ദി ബയോസ്ഫിയർ കംസ് ഫ്രം ദി സൺ, വിത്തൗട്ട് വിച്ച് ദി ബയോസ്ഫിയർ വിൽ കൊളാപ്സ്. എനർജി സോഴ്സ് വേണം, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ലിവിങ് ഓർഗാനിസം കം ഫ്രം എയർ, വാട്ടർ ആൻഡ് സോയിൽ ആൻഡ് നോട്ട് ഫ്രം ഔട്ട്സ്. ലിവിങ് ഓർഗാനിസത്തിന് എയർ, വാട്ടർ, അതുപോലെ തന്നെ സോയിൽ, ഇതൊക്കെ വേണമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ദി എനർജി റിക്വയർഡ് ഫോർ ദി ലൈഫ് വിത്തിൻ ദി ബയോസ്ഫിയർ കംസ് ഫ്രം ദി സൺ. എനർജി എവിടെ നിന്നാണ് വരുന്നത്? ബയോസ്ഫിയറിലെ സണ്ണിൽ നിന്നാണ്. അതൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ദി ടെറസ്ട്രിയൽ പാർട്ട് ഓഫ് ദി ബയോസ്ഫിയർ ഈസ് ഡിവിസിബിൾ ഇൻറ്റു എനോർമസ് റീജിയൻ കാൾഡ് ബയോംസ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അതായത് ബയോസ്ഫിയറിനെ ഡിവിസിബിൾ ഇൻറ്റു എനോർമസ് ആയിട്ട് അതിൻ്റെ ബയോംസ് എന്ന് പറയുന്നുണ്ട്. വിച്ച് ഫ്രം വാസ്റ്റ് എക്കോസിസ്റ്റം ആൻഡ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ climate, vegetation, animal life and general soil type. The dozen or more biomes of the continent. No two biomes are alike. ഒരുപോലെ ആവില്ല. The climate determines the boundaries of a biome and abundance of plant and animal found in each one of them. The most important climate factors that determine the boundaries of the biomes are temperature and precipitations, rain or snow. അതായത് ക്ലൈമറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന റെയിൻ ആയാലും അതുപോലെ സ്നോ ആയാലും അതിൻ്റെ ഇതാണ് ക്ലൈമറ്റിലുള്ള നമ്മുടെ മഴ, അതുപോലെ തന്നെ മഞ്ഞ്, അതിൻ്റെയൊക്കെ ഡിപ്പെൻഡൻസ്, അതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത് പറയുന്നത് അക്വാട്ടിക് സിസ്റ്റം ആർ ആൾസോ ഡിവൈഡഡ് ഇൻറ്റു ഡിസ്റ്റിങ്ക്റ്റ് അക്വാട്ടിക് ലൈഫ് സോൺസ് വിച്ച് ഹവർ ആർ നോട്ട് കോൾഡ് ബയോംസ് ബട്ട് ആർ വെരി സിമിലർ. ഇതാണ് അക്വാട്ടിക്, അല്ലേ, അക്വാട്ടിക് സിസ്റ്റം, ജലം, നമ്മുടെ ഈ കടലില്ലേ, അതൊക്കെ അക്വാട്ടിക് സിസ്റ്റം ആർ ആൾസോ ഡിവൈഡഡ് ഇൻറ്റു ഡിസ്റ്റിങ്ക്റ്റ് അക്വാട്ടിക് ലൈഫ് സോൺസ്. പലതായിട്ട് അക്വാട്ടിക് സോണായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. വിച്ച് ഹവർ ആർ നോട്ട് കോൾഡ് ബയോംസ്, എന്നാൽ അതിന് ബയോംസ് ഒന്നും വിളിക്കാറില്ല. ബട്ട് ആർ വെരി സിമിലർ, പക്ഷേ അതുമായിട്ട് വളരെ
ബന്ധപ്പെട്ട് കിടക്കുന്നത്. ദി അക്വാട്ടിക് ലൈഫ് സോൺ ആർ റീജിയൻ ഓഫ് റിലേറ്റീവ്ലി ഡിസ്റ്റിങ് പ്ലാന്റ് ആൻഡ് ആനിമൽ ലൈഫ്. ദി മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ദി വേരിയസ് അക്വാട്ടിക് സോൺ ഇസ് ഡ്യൂ ടു സാലിനിറ്റി ലെവൽസ് ഓഫ് അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ ന്യൂട്രിയൻ, വാട്ടർ, ടെമ്പറേച്ചർ ആൻഡ് ഡെപ്ത് ഓഫ് സൺലൈറ്റ്, പെനട്രേഷൻ, സെയിം തന്നെ നേരത്തെ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ് എക്കോസിസ്റ്റം? ബയോട്ടിക് ആയിട്ടുള്ളതും അബയോട്ടിക് ആയിട്ടുള്ളതും ലിവിങ് ചെയ്യുന്ന ഒരിതാണ് എക്കോസിസ്റ്റം എന്ന് മനസ്സിലായി. എക്കോസിസ്റ്റം 2 തരത്തിലുണ്ട്, മെയിനായിട്ട് 2 തരത്തിലുണ്ടെന്ന് പഠിച്ചു. അതിൻ്റെ സ്ട്രക്ചറൽ ഫീച്ചേഴ്സും ഫങ്ഷണൽ ഫീച്ചേഴ്സും. അതിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. സ്ട്രക്ചറൽ ഫീച്ചേഴ്സിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പോക്കട്ടെ. അത് പ്രൊഡ്യൂസേഴ്സും കൺസ്യൂമേഴ്സും ഡീകമ്പോസേഴ്സും വരും. അതുപോലെ ഫങ്ഷണൽ ഫീച്ചേഴ്സിലാണെങ്കിൽ എനർജി സൈക്കിൾ വരാം, ഫുഡ് ചെയിൻ വരാം, പിന്നെ എന്ത് വരാം, ന്യൂട്രിയൻ സൈക്കിൾ വരാം, പിന്നെ ഡൈവേർട്ടി വരാം, പിന്നെ സസെഷൻസ് വരാം. അതൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. പിന്നെ നമുക്കിവിടെ സെക്ഷൻ 1 കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിൽ ഇൻ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് പുട്ട് എ ടിക്ക് മാർക്ക് ഓൺ ദി കറക്റ്റ് ഓൺസ് ആൻഡ് എ ക്രോസ് ഓൺ ദി റോങ് ഓൺസ്. അപ്പോൾ കറക്റ്റായിട്ടുള്ളത് ഏതൊക്കെയെന്ന് നോക്കാം. ആൻ എക്കോസിസ്റ്റം ഈസ് എ ന്യൂട്രൽ യൂണിറ്റ് ഓഫ് സ്റ്റഡി കൺസിസ്റ്റിംഗ് ഓഫ് എ കമ്മ്യൂണിറ്റി ഓഫ് ഓർഗാനിസംസ്. അപ്പം ഒരു എക്കോസിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ യൂണിറ്റാണ്. അത് ശരിയാണല്ലേ? നാച്ചുറൽ യൂണിറ്റാണ്, കൺസിസ്റ്റിംഗ് ഓഫ് എ കമ്മ്യൂണിറ്റി ഓഫ് ഓർഗാനിസം. വളരെ ശരിയാണ്. അപ്പം അത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി നോക്കുക. ആൾ എക്കോസിസ്റ്റം ഹാവ് എ വെൽ ഡിഫൈൻഡ് ബൗണ്ടറീസ്. എക്കോസിസ്റ്റം, ഞാൻ പറഞ്ഞ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ജില്ലയോ അല്ലെങ്കിൽ നമ്മുടെ കേരളമോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയോ അങ്ങനെ ഉള്ളതല്ല. അപ്പോൾ ഈ ഒരു ഇത് തെറ്റാണ്. ആൾ എക്കോസിസ്റ്റം ഹാവ് എ വെൽ ഡിഫൈൻഡ് ബൗണ്ടറീസ് ഇല്ല. ഓക്കെ, അപ്പോൾ അത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അടുത്ത് നോക്കാം. എക്കോസിസ്റ്റം റിപ്രസെൻറ്റ് എനോർമസ് കോൺട്രാക്റ്റഡ് ഇൻ സൈസ് ആൻഡ് കോംപ്ലക്സിറ്റീസ്. എനോർമസ് എക്കോസിസ്റ്റം റിപ്രസെൻറ്റ് എനോർമസ് കോൺട്രാക്ട് ഇൻ സൈസ് ആൻഡ് അതിൻ്റെ കോൺട്രാക്ട് സൈസ് അതൊക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അത് ശരിയാണ്. നോക്കുക. ആൻ എക്കോസിസ്റ്റം ഹാവിങ് ആട്ടോട്രോപ്സ് ആൻഡ് ഹെട്രോട്രോപ്സ് ബട്ട് നോ ഡീകമ്പോസർ കുൾ ടു ബി സെൽഫ് കണ്ടെയ്ൻഡ്. സെൽഫ് കണ്ടെയ്ൻഡ് ആണോ? അല്ല. നോക്കുക. എക്കോസിസ്റ്റം ആർ സെൽഫ് സസ്റ്റെയിനിങ് ബിക്കോസ് ദേ ആർ വെൽ ഇൻസൾട്ടഡ് ഫ്രം ഔട്ട്സൈഡ് ഇൻഫ്ലുവൻസ്. അതും തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനിയും അറേഞ്ച് ചെയ്യും. നമ്മുടെ എക്കോസിസ്റ്റത്തിൻ്റെ ബയോട്ടിക് കമ്പൗണ്ടും അബയോട്ടിക് കമ്പൗണ്ടും നമ്മൾ എന്തൊക്കെയാണെന്ന് നേരത്തെ പഠിച്ചു. അതാണ് ഇവിടെ എഴുതേണ്ടുള്ളത്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.